നമസ്കാരം. നിലമ്പൂരിൽ UDFന് ഉജ്ജ്വല വിജയം. 5 അക്കം കടന്നുള്ള ഭൂരിപക്ഷത്തോടെ ആര്യാടൻ ഷൗക്കത്തിന് ആധികാരിക ജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം. പാർട്ടി ചിഹ്നത്തിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടും CPMന്റെ സ്വന്തം സ്വരാജിന് ദയനീയ പരാജയം. സ്വന്തം നാട്ടിലും ബൂത്തിലും പോലും സ്വരാജിന് മുന്നേറാൻ കഴിഞ്ഞില്ല. അത് വല്ലാത്തൊരു തോൽവി തന്നെ. കറുത്ത കുതിരയായത് അൻവറാണ്. 20,000-ന് ഏതാണ്ട് അടുപ്പിച്ച് വോട്ട് നേടാൻ അൻവറിന് കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 19,760 വോട്ട്. UDFനേക്കാൾ LDFന്റെ വോട്ടാണ് അൻവർ പിടിച്ചത്. അൻവർ കരുത്ത് കാട്ടിയത് സതീശന്റെ വിജയലഹരിയുടെ വീര്യം കുറച്ചിട്ടുണ്ട്. സതീശന്റെ പ്രതികരണത്തിൽ അത് വ്യക്തം. അപ്പോഴും നിലമ്പൂരിൽ കണ്ടത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമല്ലേ? പിണറായിയുടേത് ഇനി കാവൽ മന്ത്രിസഭയോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. തുടർ ഭരണത്തിന് തടയിട്ടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കി, മുസ്ലിം ലീഗിൽ നിന്ന് PK നവാസ്, തൃണമൂലിൽ നിന്ന് അഡ്വക്കേറ്റ് സഹീദ് റൂമി, CPM സഹയാത്രികൻ M ജയചന്ദ്രൻ എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ K അനിൽകുമാർ, എന്തുകൊണ്ടാണ് ഒരു ഭരണവിരുദ്ധ തരംഗമില്ല നിലമ്പൂരിൽ എന്ന് നിങ്ങൾ വിലയിരുത്തുന്നത്? AK ആന്റണിയുടെ പ്രതികരണം കേട്ടല്ലോ. ഈ അതിശയിപ്പിക്കുന്ന വിജയത്തിലൂടെ ഭരണമാറ്റം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ആന്റണി പറഞ്ഞത്. ഒരു വാചകം കൂടി പറഞ്ഞു, ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായിയുടേത് ഇപ്പോഴത്തേത് ഒരു കെയർ ടേക്കർ സർക്കാരാണ് എന്ന്. അത്ര വലിയ പ്രതിരോധത്തിലാകുന്ന ജനവിധിയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇതേ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാട് മുഹമ്മദിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച ശേഷം കാലുമാറി ആ മന്ത്രിസഭയെ അട്ടിമറിച്ചിട്ട് പാലം വലിച്ചു പോയ യോഗ്യനാണ് ശ്രീമാൻ AK ആന്റണി. അന്ന് അദ്ദേഹം പറഞ്ഞത് 100 കൊല്ലത്തേക്ക് ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നാണ്. ആന്റണി പ്രവചിച്ചത് 100 കൊല്ലമാണെങ്കിൽ 1987 അന്ന് ദുർബലമെന്ന് ഇവരെല്ലാം കരുതിയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന PC ചാക്കോ അന്ന് ബഹുമാനപ്പെട്ട ആന്റണിയുടെ കൂടെ പോയി. പിന്നീട് MB രാഘവൻ പാർട്ടി പോയതോടുകൂടി പാർട്ടി ആകെ തകർന്നു. തുടങ്ങിയുള്ള വലിയ കോലാഹലങ്ങളുടെ നടുവിലാണ് 87-ലെ അത്ഭുതകരമായ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വിജയമുണ്ടായത്. ആന്റണിയുടെ 100-ൻ്റെയൊക്കെ ആയുസ് കേരള ചരിത്രം കണ്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ തലക്കെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടർ ഭരണത്തിന് തടയിട്ടോ? അപ്പോൾ ആർക്കാണ് കേരളത്തിൽ ഈ തുടർ ഭരണത്തിന് തടയിടേണ്ടത്? അതിൻ്റെ അത്യാവശ്യം ആർക്കാണ്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തുടർ ഭരണത്തിന് തടയിടേണ്ടതിൻ്റെ ഒന്നാമത്തെ ആവശ്യകത ഇവിടുത്തെ വർഗീയ ശക്തികൾക്കാണ്. അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ ത്വര എന്നാണ് ഞങ്ങളുടെ അനുഭവം. എന്തുകൊണ്ടാണ് അനുഭവം? ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ കള്ളക്കഥകളുമായിട്ടാണ് രംഗത്ത് വന്നത്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത് സാമ്പത്തിക ഉപരോധമാണ്. ആ സാമ്പത്തിക ഉപരോധം സർക്കാരിനെതിരെ മാത്രമല്ല, വയനാട്ടിൽ നമ്മുടെ ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വരെയുള്ള തടയുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ LDF തുടർ ഭരണത്തിന് തടയിടുക എന്നുള്ള അജണ്ട വെച്ചാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ആളുകൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. ആ സർക്കാരാണ് CPMനെ പ്രതിയാക്കിക്കൊണ്ട് ഒരു കേസെടുത്തിരിക്കുന്നത്. കരിവന്നൂരുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഭരണം ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു സംവിധാനം നേതൃത്വം കൊടുത്തവരാണ് തുടർ ഭരണത്തിന് തടയിടാൻ വേണ്ടി CPMനെ കടന്ന് ആക്രമിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബോധ്യം. രണ്ടാമത്തത്, ഈ തുടർ ഭരണമെന്ന് പറയുന്നത് ഇന്നുണ്ടായതുകൊണ്ട് കേരളത്തിൽ ആർക്കാണ് നേട്ടം? ഞാനൊരു നേട്ടം പറയാം. മതനിരപേക്ഷതയുടെ ഒരു ഭാഗം. എന്താണ് ഒരു ഭാഗം? ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരുടെ RSS സംഘടിപ്പിക്കുന്നൊരു പരിപാടി നടന്നു പോയാൽ മുസ്ലിം പള്ളികളെല്ലാം പടുതയിട്ട് മൂടണം, ടാർപോളിനിട്ട് മൂടണം. യോഗി ആദിത്യനാഥിൻ്റെ UPയിൽ. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കാൻ തക്കവണ്ണം കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ആർലേക്കർ ഒരു പടമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആർലേക്കർ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഈ പടം ഞാൻ വെച്ചപ്പോൾ അവർ തടഞ്ഞില്ല, ബീഹാറിൽ ഈ പടം വെച്ചപ്പോൾ അവർ തടഞ്ഞില്ല. ഇവിടെ പിണറായി വിജയൻ മാത്രം ഇപ്പോൾ കോലാഹലമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ
ഈ തുടർഭരണത്തിന് തടയിടുക എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റുന്ന RSSന്റെ അജണ്ടയാണ്. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം. RSS എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല, അതിന് മറുഭാഗമുണ്ട്. ആ മറുഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP മുന്നോട്ട് വെക്കുന്ന ഒരു മതരാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു തലം. എന്താണ് ആ തലം? ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ആർക്കാണ്? UDFന് കിട്ടിയോ? എത്ര വോട്ട് കിട്ടി? ആ വോട്ട് കിട്ടിയിട്ടില്ല സതീശൻ പറയുമോ? ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും ഇല്ലാത്തൊരു അവകാശവാദമാണ് ഞങ്ങൾ മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന്. അപ്പോൾ ആ വോട്ട് വാങ്ങാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പറയാത്തൊരു കാര്യം, മതരാഷ്ട്രീയം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാത്തൊരു കാര്യം VD സതീശൻ പറയുന്ന ബാധ്യത എന്തുകൊണ്ട്? അതിനർത്ഥം ചെയ്യുന്നത് തെറ്റാണെന്ന് സതീശൻ അറിയാം. ഈ മതരാഷ്ട്രീയത്തിൻ്റെ അറ്റത്ത് പിടിച്ചാൽ ശക്തി വരുന്നത് BJPക്കാന്ന് കൃത്യമായിട്ട് സതീശൻ അറിയാം. അതുകൊണ്ട് അവർക്ക് മതരാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ, അവർ RSSനെ പോലെ അല്ല കേട്ടോ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇത് പറഞ്ഞിട്ടില്ല. SDP എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ 10,000 വോട്ട് പോയിട്ടുണ്ട്. അല്ല 10,000 വേണ്ട, എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കുന്തിരിക്ക കരുതിക്കോ, അവലും വല്ലും കരുതിക്കോ, നിങ്ങളുടെ കാലമ്മ വരുന്നുണ്ടെന്ന് വിളിച്ചപ്പോൾ പിടിച്ചകത്തിട്ടൊരു പിണറായി സർക്കാരാണിത്. അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യമാണ് നമ്മുടെ കേരളത്തിനകത്ത് തുടർഭരണം നിഷേധിക്കണം. ആ വർഗീയ ശക്തികൾ ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. എന്താണ് നിലമ്പൂരിൽ ഞങ്ങൾ കണ്ട കാര്യം? ഒന്ന്, എന്തുകൊണ്ട് ഞങ്ങൾ അൻവറെ ആശ്രയിച്ചു 2016-ൽ? ഞങ്ങൾക്ക് 2011 തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടേ നിലമ്പൂരുള്ളൂ. ഞങ്ങൾ നിന്ന് UDF ജയിക്കും, പാർട്ടി ചിഹ്നത്തിൽ നിന്ന് UDF ജയിക്കും. ഞങ്ങളെപ്പോൾ ആലോചിച്ച് UDFന് തോൽപ്പിക്കാനുള്ള മാർഗം എന്താണ്? 90 സീറ്റിലേറെ LDF ജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ 90+നകത്താണ് നിലമ്പൂർ ഉൾപ്പെടുന്നത്. 90+ലാണ് നിലമ്പൂരുള്ളത്, അല്ലാണ്ട് LDFൻ്റെ ഉറച്ച സീറ്റല്ല. അവിടെ അൻവറൂടെ വന്നപ്പോൾ AICC അംഗമായിരുന്നൊരു കോൺഗ്രസ് നേതാവിൻ്റെ തറവാടിൻ്റെ കുടുംബമുള്ള ഒരാൾ, ആ പാരമ്പര്യമുള്ള ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് കുറേ അധിക വോട്ട് അൻവറിനെ കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായി. രണ്ടാം തെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അൻവർ രണ്ടാമത് ജയിക്കുമോ? അപ്പം അൻവർ നിന്ന് 2021 തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്തൊരു ഭരണവിരുദ്ധ വികാരം ഇപ്പം എന്ത് വന്നു? 2021 ശേഷം ഈ സർക്കാർ എന്താണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകത്തക്ക വിധം മോശമായത്? ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് അധികമായൊരു തെറ്റ് കാണിച്ചത്? 2021 വ്യത്യസ്തമായി എന്ത് കൂടുതൽ തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഇപ്പോൾ 2021 ഇല്ലാത്തൊരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഉണ്ടാവുമോ? ഞങ്ങൾ കണ്ടത് എന്താണ്? 9 കൊല്ലം ഞങ്ങളുടെ കൂടെ MLA ആയിരുന്ന ഒരാൾ അങ്ങ് പോയി കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ കൂടെ പോകാനിടയുണ്ടോ? ഒരു വെല്ലുവിളിയാണ്. കാരണം 9 കൊല്ലം MLA ആയി ചേടിക്കിടക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഒരൊറ്റ പാർട്ടി അംഗവും അദ്ദേഹത്തിൻ്റെ കൂടെ പോയില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ജയിച്ചു. അപ്പോൾ അദ്ദേഹം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു. അത് UDF-ആയിട്ടുള്ള ഒരു കൂട്ടുകച്ചവടമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞങ്ങൾ അടുത്ത ഘട്ടം നോക്കിയത് ഞങ്ങളുടെ അണികളെ, CPMൻ്റെ അണികളെ കൊണ്ടുപോകരുത്. ഞങ്ങൾ 60,000-ൽ നിന്ന് 66,000 എത്തി. അതിന് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം വ്യക്തമായും പാർട്ടി നേതാവ് മത്സരിച്ച് രാഷ്ട്രീയ പോരാട്ടം നടത്തിയത് അഭിമാനകരമായി. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാതെ ഒരു വർഗീയ ശക്തിയോടും സന്ധിയില്ല എന്ന് പറഞ്ഞത് സ്വരാജ്. 66,600 ജില്ലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ടേ. അത് കേരളത്തിൻ്റെ വോട്ടാണ്, മതനിരപേക്ഷതയുടെ വോട്ടാണ്. തല കുനിക്കാത്തി 66,666 ഞങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് തുടർഭരണമൊക്കെ നേടാം. ഒരു തുടർഭരണത്തിനും തടസ്സമല്ല നിലമ്പൂരിലെ ഫലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടർഭരണം എന്തിനാന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും പ്രത്യേക ഒരു നേട്ടം അതിലേക്ക് വരാം. ശ്രീ അബിൻ വർക്കി, ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ, അതിനുള്ള മറുപടി. അല്ല, തീർച്ചയായിട്ടും ഈ ശ്രീ K അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും തുടർഭരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ ആവേശം UDFന് വോട്ട് ചെയ്യാനുണ്ടാകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും ഒടുവിൽ മനസ്സിലായിരിക്കുകയാണ്. കാരണം തുടർഭരണമെന്നും പിണറായി വിജയൻ്റെ വികസന രേഖ എന്നും പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വികസനത്തിനുള്ള വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനം ഓടി വന്ന് UDFന് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത്രമേൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ പിടിച്ചു മാറ്റിയിട്ട് പോലും അവിടെ കഴിഞ്ഞ പ്രാവശ്യം 81,000 വോട്ട് പിടിച്ച CPM 66,000-ലേക്ക് കൂപ്പുകുത്തിയത് നമ്മൾ കണ്ടതാണ്. ഇനി അതുമാത്രമല്ല, നിലമ്പൂരിൽ ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ തന്നെ ആകെ 100 വോട്ടിനാണ് പിന്നിൽ പോയത്. അതും CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഒന്ന്, CPMന് അവതരിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. ഇപ്പോൾ CPMകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, 140 മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാൻ പറ്റിയ ബ്രഹ്മാസ്ത്രമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജ് എന്നുള്ളതായിരുന്നു ഇവരുടെ
വാക്കുകളും നോക്കുകളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. അതുമാത്രമല്ല, കേരളത്തിലുടനീളമുള്ളവർ നിലമ്പൂരിൽ വന്ന് നടത്തിയ ക്യാമ്പയിൻ എന്താ? എനിക്ക് നിലമ്പൂരിലൊരു വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിനൊരു വോട്ട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളമുള്ള കുറേ സാംസ്കാരിക നായകർ കേരളത്തിലുണ്ടാകുന്ന യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടാതെ എനിക്ക് നിലമ്പൂരിലൊരു വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് വന്ന് ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നിലമ്പൂരിൽ വന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ കുറേയധികം മാധ്യമ പ്രവർത്തകർ, ഞാനത് ഏതെങ്കിലും ഒരു മാധ്യമത്തെയോ ഒരു മാധ്യമ പ്രവർത്തകനെയോ വ്യക്തിപരമായി പറയുകയല്ല, പക്ഷേ കേരളത്തിലെ കുറേയധികം മാധ്യമ പ്രവർത്തകർ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ അമിത പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ സ്വന്തം നാടാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരൻ്റെ ലേബലിൽ മത്സരിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തി സ്വന്തം നാട്ടിൽ തന്നെ പിന്നിൽ പോയി എന്നത് മാത്രമല്ല, അമ്പേ പരാജയപ്പെട്ട സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടതാണ്. ഇത് UDFൻ്റെ കൂട്ടായ ഒരു വിജയമാണ്, ഞങ്ങളുടെ ഒരു ഐക്യത്തിൻ്റെ വിജയമാണ്. അതുമാത്രമല്ല, ഞങ്ങൾ നിലമ്പൂരിൽ അവിടെ നടത്തുന്നൊരു വർക്കിൻ്റെ വിജയമാണ്. ഇപ്പോൾ KPCC ഒക്കെ ആണെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വളരെ കൃത്യമായ ഒരു വർക്ക് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വർക്കിൽ സാധാരണ പ്രവർത്തകരും, നമ്മളിപ്പോൾ ഈ സ്ക്രീനിലൊന്നും കാണാത്ത ഒരു കാര്യം ഇവിടെ ശ്രീ വേണു, നമ്മൾ ഈ സ്ക്രീനിലൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ബൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ലാത്ത ഒട്ടേറെ നേതാക്കന്മാരും ഒട്ടേറെ പ്രവർത്തകരും കാലങ്ങളായി അവിടെ പണിയെടുത്തതിൻ്റെ വിജയമാണ് നിലമ്പൂരിലുണ്ടായത്. അത് ഭരണവിരുദ്ധ വികാരം ഓരോ വീട്ടിൽ ചെന്നും ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിച്ചു. UDFൻ്റെ ഐക്യത്തിൻ്റെ വിജയമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ മിന്നും വിജയത്തിലേക്ക് വന്നത്. വീണ്ടും പിണറായി 3.0 എന്ന് CPM ക്യാമ്പയിൻ ചെയ്യണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൻ വിജയത്തിലേക്ക് 2026 ഇതിലും മിന്നും വിജയത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ സാധിക്കും. ശരി, ശ്രീ PK നവാസ്, ഇവിടെ ഇപ്പോൾ ശ്രീ അനിൽകുമാർ അടക്കമുള്ള MV ഗോവിന്ദനിൽ തുടങ്ങി ശ്രീ അനിൽകുമാർ ഉൾപ്പെടുന്ന നേതാക്കന്മാർക്കാർക്കും ഒരു അവകാശവാദവുമില്ല നിലമ്പൂരിൽ CPM ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്ന്. അങ്ങനൊരു മുന്നനുഭവം അവർക്ക് അടുത്തെങ്ങും ചൂണ്ടിക്കാട്ടാനുമില്ല. അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ സവിശേഷത, അത് പിടിക്കാൻ അവർ നടത്തിയ പരീക്ഷണം അതായിരുന്നു അൻവർ. ആ സാധ്യത UDF ഉപയോഗിച്ചില്ല, ആ സാധ്യത LDFും CPMും ഉപയോഗിച്ചു. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ അനിൽകുമാറും MV ഗോവിന്ദനും ഒക്കെ പറയുന്നത് സ്വതന്ത്രൻ ഞങ്ങൾക്കൊപ്പം കുറേ വോട്ടുമായി വന്നു, സ്വതന്ത്രൻ അതേ വോട്ടുമായി ഞങ്ങളിൽ നിന്ന് അടർന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഈ തലകുനിക്കാത്ത 66,660 വോട്ടിനെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഷേധം എന്ന നിലയിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക? ശ്രീ വേണു, ഒന്ന് അനിൽകുമാർ സംസാരിച്ചൊരു വാചകം നിങ്ങൾ ആവർത്തിച്ചു. ഈ 66,660 തലകുനിക്കാത്ത വോട്ടുകൾ, അത് മറ്റു വോട്ടർമാർ യഥാർത്ഥത്തിൽ അപമാനിക്കലല്ലേ വേണു? CPMന് വോട്ട് ചെയ്തില്ല എന്ന് കരുതി അവരൊക്കെ തലകുനിച്ച് നടക്കുന്നവരാണെന്നാണ് ഇവർ പറയുന്നത്. അത് മറ്റു വോട്ടർമാരെ അപമാനിക്കലല്ല. അത് ആ വാദം പിൻവലിക്കണമെന്ന് ആമുഖമായി ഒരു നിലപാടിന്റെ ഭാഗമായി പറഞ്ഞ പ്രയോഗമാണ്. ഇല്ലെങ്കിൽ വർഗീയവാദികളാക്കുന്ന എങ്ങനെ നിലപാടിന്റെ ഭാഗമായി കൊടുക്കാണോ? അവർക്കെതിരെ വോട്ട് ചെയ്തവർക്ക് നിലപാടില്ലെന്നാണ്. ഒറ്റ സെക്കൻഡ് നവാസ്, ശ്രീ അനിൽകുമാർ വേഗം അതിനൊരു വ്യക്തത വരുത്തിയിട്ട് എനിക്ക് നവാസിലേക്ക് പോകണം. അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ തേടിയില്ലായിരുന്നെങ്കിൽ എത്ര വോട്ട് കിട്ടുമായിരുന്നു? നമുക്ക് കണക്കെടുക്കാം. ഞങ്ങളുടെ കണക്കിൽ ഇതുണ്ട്. ഞങ്ങൾക്ക് ശശികല എന്ന് പറയുന്ന BJPയുടെ വിഷതാവ് കൊണ്ട് സംസാരിക്കുന്ന നേതാവ്, അവർ ഈ വിജയത്തിൽ നിങ്ങളുടെ വിജയത്തെ അഭിവാദ്യം ചെയ്തു. പറയട്ടെ, ഞാനൊരു 2 വാക്ക് പറയാം. എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശശികല എന്ന് പറഞ്ഞ KP ശശികല എന്ന് പറഞ്ഞ ഹിന്ദു മുന്നണിയുടെ നേതാവ്, അവരുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സ്വരാജിൻ്റെ പരാജയത്തെ ആഘോഷിക്കുന്നതാണ്. RSS മുഴുവൻ, ജമാഅത്തെ ഇസ്ലാമി, SDP-യുടെയും 3 പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ വോട്ടൊന്ന് വെട്ടിമാറ്റിയിട്ട് നിങ്ങൾ തലകുനിക്കാത്ത അത്ര വോട്ട് പറഞ്ഞു. നിങ്ങളുടെ മൊത്തം വോട്ട് തലകുനിക്കുന്ന വോട്ട് ഉൾപ്പെടെയാണ്. തലകുനിക്കാത്തയാണ് നിങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, RSSന്റെ ശശികല അനിൽകുമാറെ, അത് താങ്കളുടെ പാർട്ടി ഏറ്റെടുത്തോണം. എന്റെ സമയമാണല്ലോ, ഞാൻ പറഞ്ഞോളാം. താങ്കൾ ശശികല ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് ഞങ്ങൾ മറുപടി വരെന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമായ വാദ താങ്കൾ ഉന്നയിക്കുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ നേരത്തെ താങ്കൾ എന്താ പറഞ്ഞത്? 10,000 വോട്ട് SDP-ക്ക് ഉണ്ടായിരുന്നു, ആ വോട്ട് എവിടെ പോയി? താങ്കൾക്ക് എവിടുന്ന 10,000 വോട്ടിന്റെ കണക്ക്? ഞാൻ ആ കണക്ക് പരിശോധിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ചത് ബാബു മണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. 3,281 വോട്ടാണ് കിട്ടിയത്. അതിന് മുമ്പ് അനുസരിച്ച് ഉണ്ണി എന്ന് പറയുന്ന UG ഉണ്ണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് SDP-ക്ക് മത്സരിച്ചത്. 2,560 ആ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങളിലുണ്ട് എന്ന് എന്തിനടിസ്ഥാനത്തിലാണ് 10,000 വോട്ട് SDP-ക്ക് കൊണ്ട് താങ്കൾ പറയുന്നത്? പരാജയപ്പെടുകയൊക്കെ സാധാരണയാണ് സാർ. അതിനിങ്ങനെ കള്ളം കൊണ്ട് മറയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്ത് പച്ചക്കള്ളം? ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല.
നേരത്തെ വേണു ചോദിച്ച പോലെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന വാദം ഞാൻ വളരെ വിനയത്തോടു കൂടി അങ്ങയോട് ചോദിക്കട്ടെ. 2006 കേരളത്തിന് മുൻ സ്പീക്കറായിരുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ പി രാമകൃഷ്ണൻ മത്സരിച്ചിരുന്നല്ലോ അവിടെ. അന്ന് സമയത്ത് 69,452 വോട്ട് അന്ന് കിട്ടിയിരുന്നു. ഹലോ പി ശ്രീരാമകൃഷ്ണൻ പി സി രാമകൃഷ്ണൻ മത്സരിച്ചിരുന്നു. അന്ന് 69,462 വോട്ട് 20 വർഷം മുമ്പ് നിങ്ങൾ നേടിയിരുന്നു. ഇന്ന് നേടിയ എത്രയാ? 66,660 വോട്ട്. എന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് നിങ്ങൾ കിട്ടിയ വോട്ടിൽ നിന്ന് 2,792 വോട്ട് കുറവാണ്. ശ്രീ അനിൽകുമാർ, ശ്രീരാമകൃഷ്ണൻ കിട്ടിയ വോട്ടിനേക്കാൾ 2,792 കുറവാണ്. 20 വർഷം നിങ്ങൾ പിറകോട്ട് പോയാൽ കാലം 20 വർഷം മുന്നോട്ട്. ഒരു സെക്കൻഡ് ശ്രീ അനിൽകുമാർ, ഈ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധികൾ, നേതാക്കന്മാർ ഓരോ വർഷം എടുത്ത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അടിസ്ഥാന വോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങ് 2006 പറയുന്നു, ചില പ്രതിനിധികൾ 91 മുതലുള്ള കണക്ക് പറയുന്നു. ഇനിയിപ്പോൾ ഈ 2006 എടുക്കുകയാണെങ്കിലും ഏതാണ്ട് 20 കൊല്ലത്തിനിടയിൽ അടിസ്ഥാനപരമായി പാർട്ടി വോട്ടുകൾ വർദ്ധിക്കാതിരുന്നു എന്നതാണോ നിങ്ങളെ തലകുനിപ്പിക്കാത്ത നേട്ടം? നിങ്ങളുടെ 1/3 ഒരു വ്യക്തിക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ, ഒറ്റ സെക്കൻഡ് സാർ, നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ അടിസ്ഥാന വോട്ട്, തലകുനിക്കാത്ത അടിസ്ഥാന വോട്ടിന്റെ 1/3 ഒരാൾ ഒറ്റയ്ക്ക് പിടിക്കുന്നു. അപ്പോൾ അയാൾക്കുണ്ടാക്കാവുന്ന മുന്നേറ്റം പോലും 2 ദശാബ്ദം കൊണ്ട് CPM-നെ പോലൊരു പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് എങ്ങനെയാണ് തലകുനിക്കാതെ പറയാൻ കഴിയുന്ന ഒരു നേട്ടമാവുക? അത് പറയാം. ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച മണ്ഡലമാണോ ഇപ്പോഴത്തെ മണ്ഡലം എന്ന് ആലോചിച്ച് നോക്ക്. മണ്ഡല പുനഃസംഘടന വന്നില്ലേ? അത് നിങ്ങൾക്ക് കൂടുതൽ ബലവത്താവുകയാണ് ചെയ്തത്. അറിയണ്ടേ? ആ മണ്ഡല പുനഃസംഘടന നിങ്ങൾ ഭരിക്കുന്ന കാലത്താണ്, 2008-ലാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾക്കത് ഗുണമാവുകയാണ് ചെയ്തത്. പിന്നെ ശരി 2011 എടുക്ക്. അബിൻ ഒരു സെക്കൻഡ് നവാസ്, അബിൻ ഒരു സെക്കൻഡ് ഇരുവരും ഒന്ന് സഹകരിക്കാം. അബിൻ, 2006 വിട്ടോ, 2011 ഉത്തരം പറ. 2011 അടിസ്ഥാനത്തിൽ ഒന്ന് പറ. 2011 അടിസ്ഥാനത്തിൽ പറ. ഡീലിമിറ്റേഷന് ശേഷം നിങ്ങളുടെ 2016 60,000 വോട്ടല്ലേ ഉള്ളൂ. തോമസ് മാത്യുവിന് 60,000 വോട്ടല്ലേ ഉള്ളൂ. 60,000 വോട്ടല്ലേ 2011 60,000 വോട്ട്. 15 കൊല്ലം 6,000 വോട്ടാണോ നിങ്ങൾക്ക് അധികം ഉള്ളത്? പറഞ്ഞുതരാം, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. കേവലം അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. സന്ദേശം സിനിമയിലെ ചർച്ചയിൽ വന്നിരിക്കല്ലേ, ഈ ശങ്കരാടി തിസീസായിട്ട് വന്നിരിക്കല്ലേ, ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. നാളെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തല്ലേ, ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ. ഞാൻ നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു റൗണ്ടിൽ, ഈ 19 റൗണ്ടിൽ ആകെ 2-3 റൗണ്ടിൽ മാത്രം നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു. ഈ 8 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 8 ഇടങ്ങളിൽ ആകെ 118 വോട്ടിന് കരുളായിൽ മാത്രം ഒന്ന് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചു. എന്തിനേറെ ഈ സ്ഥാനാർത്ഥി പക്ഷേ കരുളായി അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ നവാസ്. എൻ്റെ ചോദ്യത്തിൽ എന്തെങ്കിലും വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ അങ്ങ് തിരുത്തുകയും വേണം. ഈ കരുളായിലാണ് അത്ഭുതകരമായൊരു ലീഡ് LDF-ന്. അത് അവർ പ്രതീക്ഷിച്ച ഒരു സ്ഥലമാണോ? കാരണം LDF-ന് വല്ലാതെ മേൽക്കെയുള്ളൊരു സ്ഥലമല്ല അത്. UDF-നും LDF-നും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. CPM-ന് അവിടെ 6 മെമ്പർമാർ, CPI-ക്ക് 1, UDF-ന് 8 മെമ്പർമാർ. അവിടുത്തെ ഭരണം, പഞ്ചായത്തിൻ്റെ ഭരണം ലീഗിന്. അപ്പോൾ അവിടെയാണ് ഒരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് പ്രത്യേകമായി നവാസ് പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞാൽ വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ഞാൻ പറയാം. അത് നിങ്ങൾ പറഞ്ഞ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വസ്തുപരമായി തെറ്റല്ല. ഒരു ഡാറ്റ കൂട്ടിച്ചേർക്കണം. എന്താ വെച്ചാൽ പഞ്ചായത്ത് ഭരണം UDF-ന്റെ കയ്യിലാണ്. പക്ഷേ ആസ് പെർ ദി വോട്ട് നിയമസഭയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുൻകാല തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ അവിടെ കൃത്യമായി LDF ആണ് ആ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കാറുള്ളത്. അവർക്കാണ് മെജോറിറ്റി ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 1446 വോട്ടിന് കരുളായി പഞ്ചായത്തിൽ PV അൻവർ മുന്നിട്ട് നിൽക്കാറുണ്ട്. അതിന് മുമ്പത്തെ PV അൻവർ തെരഞ്ഞെടുപ്പിലും കരുളായി പഞ്ചായത്തിലാണ് അവർക്ക് ലീഡുള്ളത്. കരുളായി പഞ്ചായത്ത് ഭരണം ഞങ്ങൾക്കാവുമ്പോൾ തന്നെ വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സ്ഥിരമായി ഭൂരിപക്ഷം കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. എന്നാൽ സമാനമായ രൂപത്തിൽ 1092 വോട്ട് ഈ പറയുന്ന അമരമ്പം പഞ്ചായത്തിൽ LDF-ന് ലീഡുള്ള പഞ്ചായത്താണ്. അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ആണ്, നിയമസഭയിൽ ലീഡ് LDF-നാണ്, പഞ്ചായത്ത് മെമ്പർമാർ കൂടുതൽ അവർക്കാണ്. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടാണ് 704 വോട്ട്. അത്രമേൽ ജനങ്ങൾ ഈ സർക്കാരിന് വെറുത്തിരിക്കുന്നതാണ്. എനിക്ക് ചുമതല എനിക്ക് അബിനിലേക്ക് ഒരിക്കൽ കൂടി ഒറ്റ കാര്യത്തിൽ മറുപടി വേണ്ടതുണ്ട്. അബിൻ വിട്ടുപോയ ഒരു ഭാഗം, അത് ശ്രീ അനിൽകുമാറിന് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് മറുപടി പറയേണ്ട ഒരു പ്രയോഗമാണ്. 66,660 തലകുനിക്കാത്ത വോട്ടുകൾ. അങ്ങയുടെ മറുപടി.
അതൊക്കെ ഈ CPM എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ വേണു ഓർക്കുന്നുണ്ടാവുമല്ലോ, തൃക്കാക്കരയിലും കിട്ടിയ വോട്ടൊക്കെ തലകുനിക്കാത്തതായിരുന്നു എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം വർഗീയവാദികളായിരുന്നു. പുതുപ്പള്ളിയിലും അങ്ങനെ തന്നെയായിരുന്നു. പാലക്കാട് പിന്നെ അറിയാമല്ലോ, എല്ലാം വർഗീയവാദികളുടെ വോട്ട് എന്നായിരുന്നു. അതിന് ഇവിടെ ഇപ്പോൾ ഉപോത്ഫലകമായി പറഞ്ഞത് SDPIയുടെ 10,000 വോട്ട് കാണാനില്ല. SDPI നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചിട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ 4,000 വോട്ടിനപ്പുറം പിടിച്ചിട്ടില്ല. ആ SDPIയുടെ 10,000 വോട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ ഇവിടെ വെൽഫെയർ പാർട്ടി CPMനെ പിന്തുണയ്ക്കുമ്പോൾ അവർ ഏറ്റവും നല്ല ആളുകളാണ്. ഇവിടെ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചാൽ അവർ ഏറ്റവും മോശക്കാരാണ് എന്നുള്ള നിലപാടല്ലേ CPM എടുക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി കേരളത്തിലെ എത്രയോ പഞ്ചായത്തുകളിൽ, എത്രയോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, എത്രയോ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയുടെ മേധാവി തന്നെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിയുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ അലയൻസ് ഒക്കെ ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ CPMന്റെ സ്ഥിരം വാദഗതിയാണ്, അവർ തോറ്റു കഴിഞ്ഞാൽ ജയിക്കുന്നവർ വർഗീയവാദികളാണ്, അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല വോട്ട് കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. CPMന്റെ സ്ഥിരം പല്ലവിയാണ്. ആ പല്ലവിക്കൊന്നും മറുപടി പറയാനില്ല വേണു. ഇത് വളരെ കൃത്യമായി ഭരണവിരുദ്ധ വികാരമാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ CPMന് ഈ ജനവിധി പരിശോധിച്ചിട്ട് അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, അൻവർ ഒരു വോട്ട് പോലും അടർത്തിയെടുത്തുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞ് സായുജ്യമടയേണ്ട ജനങ്ങളുടെ ഈ വിധിയെഴുത്ത് ആണോ ഇത്? അങ്ങനെയാണോ CPM അതിനെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഒരു 20 കൊല്ലമായി ഈ അടിസ്ഥാന വോട്ടുകൾ വർദ്ധിക്കാതിരിക്കുന്നതെ പറ്റി കാര്യമായി പരിശോധിക്കേണ്ടി വരില്ലേ? അതിനുത്തരം നൽകാതെയുള്ള ഈ പറച്ചിൽ എന്ന് പറയുന്നത് എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ്, ഈ പരാജയത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്? ഒറ്റ കാര്യം കൂടി സാർ, ഭരണവിരുദ്ധ തരംഗത്തെപ്പറ്റി ശക്തമായി എതിർപക്ഷം ഉന്നയിക്കുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് LDF, അതുപോലെ തന്നെ പോത്തുകല്ല്, അമരമ്പലം, ഇവിടെയൊക്കെ ഈ പറയുന്ന നഗരസഭ ഉൾപ്പെടെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് ഭരണം, 5ഇടത്ത് UDFും. ആ 3ഇടത്ത് അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വിജയക്കുതിപ്പുണ്ടായിരിക്കുന്നു. ഒരു കാര്യം കൂടി, ഈ ഷൗക്കത്തിന് വലിയ എതിർവോട്ടുണ്ടായൊരു സ്ഥലമാണ് മുമ്പ് അദ്ദേഹം മത്സരിച്ചപ്പോൾ നിലമ്പൂർ, നിലമ്പൂർ നഗരസഭ ഭാഗം. അവിടെ അന്നത്തെ ആ ഷൗക്കത്തിനോടുള്ള എതിർവികാരം അടക്കമായി മാറുന്നു എന്ന് മാത്രമല്ല, വലിയ മുന്നേറ്റം ഷൗക്കത്തിന് നേടാൻ കഴിയുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ VV പ്രകാശ് ഫാക്ടർ CPM ശക്തമായി ഉന്നയിച്ച ഒന്നാണല്ലോ ആര്യാടൻ ഷൗക്കത്തിനെ നേരിടാൻ. പ്രകാശിന്റെ സ്ഥലത്ത് പ്രകാശ് മത്സരിച്ചപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വോട്ടാണ് ഇപ്പോൾ ഷൗക്കത്തിലൂടെയും UDFിലൂടെയും ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്കുമുള്ള അങ്ങയുടെ മറുപടി. വേണു, ആദ്യം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ നല്ല വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്തിന് എൻ്റെ ഹാർദമായ അഭിനന്ദനങ്ങൾ. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, പിന്നെ ഈ തോറ്റു സ്വരാജ് എന്ന മികച്ച സ്ഥാനാർത്ഥി, അതിലും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അവർക്കില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത്രയും മികച്ച സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു. തോൽവി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗോവിന്ദമാഷ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ റിസൾട്ട് വിശദമായി പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും. നിശ്ചയമായും തിരുത്തണം എന്നുള്ള ഒരു ഡിമാൻഡാണ്, ഒരു മെസ്സേജായിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ CPMനും LDFനും സർക്കാരിനും ഒക്കെ നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു പൊളിറ്റിക്കൽ ഫാക്ടർ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് വേണു. അതാണ് ഞാൻ ശ്രദ്ധേയമായി കാണുന്ന യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും CPMന് LDFന് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സ്വരാജ് എന്ന് മുഖ്യമന്ത്രി അടക്കം താഴേക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയുമാണ്, ഒരു സംശയവുമില്ല. സർവ്വസന്നാഹങ്ങളും ഭരണമുന്നണി എന്നുള്ള നിലയിൽ, സർക്കാർ എന്നുള്ള നിലയിൽ, LDF എന്നുള്ള നിലയിൽ അവരൊരുക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാളും മികച്ച സ്ഥാനാർത്ഥി ഇല്ലല്ലോ, നമുക്കും അറിയാമല്ലോ. അങ്ങനെ വന്നപ്പോഴേക്ക് എന്താണ് സംഭവിച്ചത് ഇതാണ്. UDFന് ആവനാഴിയിലുള്ള സകല അസ്ത്രങ്ങളും പുറത്തെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത, യാഥാർത്ഥ്യം എന്നാണ് എൻ്റെ ബോധ്യം. അവർക്കിനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ഒരായുധവും ഇല്ലാത്ത വിധം എന്തൊക്കെയാണോ സ്വന്തം ആവനാഴിയിലുള്ള സകല അസ്ത്രങ്ങളും UDFന് പുറത്തെടുക്കേണ്ടി വന്നു നിലമ്പൂർ ബൈ ഇലക്ഷനിൽ. അത് വലിയൊരു എക്സ്പോഷറായിരുന്നു. എന്തൊക്കെയാണ് UDFിൻ്റെ കയ്യിലുള്ളത് എന്നുള്ളതിൻ്റെ എക്സ്പോഷർ അത് തന്നെയായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി അടക്കം, ഗോവിന്ദമാഷ് അടക്കം, LDF നേതാക്കളെല്ലാവരും ആഗ്രഹിച്ചിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് ചോദിച്ചാൽ, അത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന
ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷൻ ഉണ്ടല്ലോ, ആ ഇലക്ഷനിൽ എന്താണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇനി ഒളിച്ചു വെക്കാൻ വയ്യാത്ത വിധം അത്ര മികവുറ്റ സ്ഥാനാർത്ഥിയെ CPM ഫീൽഡ് ചെയ്തതോടുകൂടി ഒന്നും ഒളിച്ചു വെക്കാൻ വയ്യാത്ത വിധം അവർക്ക് പുറത്തെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അത് അതുകൊണ്ട് തന്നെ LDFന് ഇനി കൂടുതൽ തെറ്റുകൾ തിരുത്തേണ്ടി വരും. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കാണുന്നത് തിരുത്തലിൻ്റെ യഥാർത്ഥ പ്രശ്നമായിട്ട് ഒരു ഇഷ്യൂ താങ്കൾ പ്രധാനമായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാനത് പറയുകയാണ്. പ്രധാനമായിട്ടും നിലമ്പൂർ മേഖലയിലെ ജനങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആ പ്രശ്നത്തിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സർക്കാരിനറിയാം. അതുകൊണ്ടാണല്ലോ തെറ്റായിട്ടാണെങ്കിലും അൻവർ പറഞ്ഞത് ഒരിക്കൽ വനനിയമ ഭേദഗതി ഞാൻ അറിഞ്ഞത് ഒരു പ്രസ്സിലെ ജീവനക്കാരൻ്റെ നിന്നാണ് എന്ന് പറഞ്ഞ് ഒരു ഒച്ചപ്പാടുണ്ടാക്കുന്നു, വാർത്തയും ബഹളമാകുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം പക്ഷേ താമരശ്ശേരി പിതാവ് ഒരു കാര്യം പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞല്ലോ, സർക്കാർ 2 ആഴ്ച മുമ്പ് ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഇതിനെ സംബന്ധിച്ചുള്ളത് പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് സർക്കാരിൻ്റെ ഉന്നതർ എന്ന് തന്നെ അദ്ദേഹം പ്രയോഗിച്ച പദം, ഉന്നതർ ഞങ്ങളെ ബന്ധപ്പെടുകയും ഈ വനനിയമ ഭേദഗതി പിൻവലിക്കാം എന്നറിയിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇന്നുണ്ടായത് എന്ന് താമരശ്ശേരി പിതാവ് പറഞ്ഞതോടുകൂടി ആ സംഭവം തന്നെ മാറിയില്ലേ. പക്ഷേ അത് അത്രേ കഴിയൂ സർക്കാരിനെ എന്നല്ല ജനങ്ങൾ വിചാരിക്കുന്നത്, വോട്ടർമാർ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അഡ്രസ്സ് ചെയ്യാൻ. അതിരിക്കട്ടെ, ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നുമില്ല. പക്ഷെ പ്രശ്നം ഇതാണ്, ഈ ഫുള്ളി എക്സ്പോസ്ഡായി ഇവരുടെ ഇലക്ഷനിയറിങ്ങിൽ എന്തൊക്കെയാണ് അവർ ഇനി സ്വരുക്കൂട്ടി വെക്കാൻ പോകുന്ന ആയുധങ്ങൾ എന്നുള്ളത് LDFന് വെളിവായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിർത്താം. ഈ ഒരു ദിവസം BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി പറയുകയാണ്, ഇവിടെ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഇനി 7-8 മാസമേ ഉള്ളൂ, അതിന് കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല ജയിക്കുന്ന MLAക്ക് അവിടെ. അതുകൊണ്ട് BJP അവിടെ വെറുതെ അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറല്ല, BJP സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് BJP പ്രസിഡന്റ് പറയുകയാണ്. പെട്ടെന്നതാ വരുന്നു വ്യാഖ്യാനങ്ങൾ. എന്താണ് വ്യാഖ്യാനിക്കപ്പെട്ടത്? ഇതാണ് ഞങ്ങൾ പറഞ്ഞ BJP CPM അന്തർധാര, അതുകൊണ്ടാണ് ഇവർ നിർത്താത്തത്, നേരെ ആ വോട്ട് CPMന് കൊടുക്കാനാണ് തീരുമാനം. അത് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി. ആരാണ് കെട്ടിയിറക്കിയത്? ജോസഫ് ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായി ഇപ്പോഴും ഇതുവരെ PJ എതിർത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ സ്ഥാനാർത്ഥി. അത് വേറൊരു സംഗതി. അതുപോലെ ഓരോ എക്സ്പോഷർ പതുക്കെ വരികയായിരുന്നല്ലോ പിന്നീട് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതാണ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഞാൻ തെണ്ടിപ്പെറുക്കി ഉണ്ടാക്കിയ വോട്ടേ എനിക്ക് കിട്ടിയുള്ളൂ, 6000 വോട്ട് ജയിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തത്. ആർക്ക്? K ബാബുവിന്. ആര് കൊടുത്തത്? ഞങ്ങളുടെ BJP പ്രവർത്തകർ കൊടുത്തതെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ 2021 പറഞ്ഞത്. ഞാനപ്പോൾ അത് പോസ്റ്റായിട്ട് തന്നെ ഇട്ടു. മോഹൻ ജോർജ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെ പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കളികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ LDF ആണ് കൂട്ടിപ്പിടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ എന്നൊരു വാദം പറയുന്നുണ്ടല്ലോ. വേണുവിനെങ്കിലും നിശ്ചയമായി ഓർമ്മയുള്ള കാര്യമാണല്ലോ, 98 മദനിയെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലാവുന്നു. പിന്നീട് 2001 ഈ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ബെന്നി ബെഹനാനും ഒക്കെയുള്ള നേതാക്കൾ വേഗം PDPയിലേക്കൊക്കെ നമുക്കിപ്പോൾ പോകണം വേഗം. ഇല്ല, ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ലെന്നേ. എന്നിട്ട് അവിടെ കോയമ്പത്തൂർ ജയിലിൽ പോയി ചെന്ന് കണ്ട് എല്ലാ സഹായവും ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ വാഗ്ദാനം ചെയ്യാമെന്ന് പറയുന്നു. ശരി, ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. മദനി ജയിലിൽ കിടന്ന് പത്രക്കുറിപ്പ് ഇറക്കുന്നു. 100 സീറ്റുമായി ആന്റണി അധികാരത്തിൽ വരുന്നു. ഒന്നും ചെയ്തില്ല മദനിയെ പുറത്തിറക്കാൻ. അതിന്റെ തിരിച്ചടി എന്നാ ഉണ്ടായത്? 2004 ഇലക്ഷനിൽ, പാർലമെന്റ് ഇലക്ഷനിൽ നമ്മളെല്ലാം കണ്ടതല്ലേ, 20-18 LDFന്. അത് കഴിഞ്ഞാണ് 2006 വരുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉടക്കിലാണ് UDFനോട് മൊത്തത്തിൽ തന്നെ. അപ്പോൾ അവർ ഞങ്ങളുടെ പിന്തുണ LDFനാണെന്ന് പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് പിന്നീടുള്ള രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട്. അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ കാതലായ പ്രശ്നം ഇവിടുത്തെ ഇന്നത്തെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് എന്നോടുള്ള ചോദ്യത്തിന് മറുപടി എനിക്കിതാണ് പറയാനുള്ളത്. അങ്ങനെ ഫുള്ളി എക്സ്പോസ്ഡ് ആയ തന്ത്രങ്ങൾ മൊത്തം വിശദീകരിക്കേണ്ടി വന്ന പറയുന്ന രീതി കേട്ടാല് തൃശ്ശൂരിൽ കുടമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ വരില്ലേ? 2 ദേവസ്വങ്ങൾ അവര് ഏതൊക്കെ
ഏതൊക്കെ കുട എപ്പോൾ എടുത്ത് പുറത്തു കാട്ടും എന്നതിന്റെ സസ്പെൻസ്. അങ്ങനെയാണോ ജനവിധിയെ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ ജനവിധിയിലേക്ക് പോകുന്ന മുന്നണികളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ വിലയിരുത്തേണ്ടത് എന്നത് ആലോചിക്കണം. ശരി, അബിൻ വേഗം, എന്നിട്ട് എനിക്ക് റൂമിലേക്ക് പോകണം. അബിൻ വേഗം. വേണു നല്ല 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 ഫ്രഷ് ക്യാപ്സ്യൂളായിരുന്നു, അത് അത്രേ പറയാനുള്ളൂ. നല്ല ഫ്രഷ് ക്യാപ്സ്യൂളായിരുന്നു. ശരി, ഞങ്ങളുടെ ആവനാഴിയിലെ അമ്പ് മുഴൽ അളക്കാൻ വേണ്ടി എം സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിലമ്പൂര് നിർത്തി തോപ്പിച്ചു എന്നുള്ള പിണറായി വിജയന്റെ നല്ലൊരു നീക്കമായിരുന്നു. ഇതുപോലുള്ള നീക്കം 2026 ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫ്രഷ് ക്യാപ്സ്യൂളായിരുന്നു, ഇതുപോലത്തുള്ള ക്യാപ്സ്യൂൾ വരട്ടെ. ശരി റൂമി, ഇവിടെ ഈ ഏതാണ്ട് 20,000-ഓളം വോട്ടുമായി നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, അങ്ങനെയാണോ അൻവറിനെ ഇപ്പോൾ CPM വിലയിരുത്തുന്ന രൂപത്തിൽ കാണേണ്ടത്? അങ്ങനെയായിരുന്നു ഈ ജനവിധി. അപ്പോൾ അൻവർ എങ്ങോട്ട് പോയാലും അൻവറിനൊപ്പം ചലിക്കുന്ന 20,000 വോട്ട്, അതിനപ്പുറത്ത് ഭരണവിരുദ്ധത എന്ന് പറയുന്നൊരു ഘടകമേ ഇല്ല. അൻവറിനെ ഒരിടത്തിൽ അംഗീകരിച്ചുകൊണ്ട് CPM എന്താണ് ചെയ്യുന്നത്? ഭരണവിരുദ്ധതയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഭരണവിരുദ്ധതയില്ല എന്ന് വരുത്തി തീർക്കാൻ അൻവർ കൊണ്ടുവന്ന വോട്ട് അൻവർ കൊണ്ടുപോയി എന്നതാണ് ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂള്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, അൻവർ UDFൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അൻവറിൻ്റെ വോട്ട് പ്ലസ് UDFൻ്റെ വോട്ട് പ്ലസ് ഒരു 10,000 എന്ന് പറഞ്ഞാൽ 40,000 വോട്ടിന് ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു. നേരെ തിരിച്ചൊരു കാര്യം റൂമിയോട് ചോദിച്ചോട്ടെ, ഈ LDF പ്ലസ് അൻവർ എന്ന് പറഞ്ഞാൽ UDFന് കിട്ടിയതിനേക്കാൾ ഉയർന്ന വോട്ടാണ്. അതെ. അപ്പോൾ ഭരണവിരുദ്ധത ഇല്ല എന്ന് LDFന് വാദിക്കാൻ കഴിയും. കാരണം LDFന്റെ MLA ആയിരുന്നു, 9 കൊല്ലം ചെയ്തതെല്ലാം LDFന്റെ ഭാഗമായി ചെയ്തതാണ്. അല്ല, അൻവർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നോക്കൂ. അൻവറിനറിയാം, അൻവർ ഇനി ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നാൽ ജനം ദലം തൊടിയിക്കില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മോശമല്ലത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് ദേശീയ തലത്തിൽ. നോക്കും നമ്മൾ രാഷ്ട്രീയം ദേശീയ തലത്തിൽ സംഘ് പരിവാർ ഇങ്ങനെ മലവെള്ളം പോലെ ഒഴുകി വരിക. ഇപ്പോഴും അനിൽകുമാറിൻ്റെ അടക്കം ക്യാപ്സ്യൂൾ എന്താ? ജമാഅത്തെ ഇസ്ലാമി RSSും ഒരേ സാധനമാണ്. അപ്പോൾ അതിൽ കരിമൂർക്കനാണോ അല്ലെങ്കിൽ നീർക്കോലിയാണോ എന്നുള്ളതാണ് ചർച്ച എന്നുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഒരു ഫാസിസം വന്നു കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ സംഘപരിവാറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് മാത്രമല്ല വലിയ ഒരു സംഹാര താണ്ഡവം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിലെ പോലീസ് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം നിങ്ങളുടെ സ്ക്രോളിംഗ് നോക്കൂ, അജിത് കുമാർ അതിന് വീഴ്ച പറ്റിയെന്ന DGPയുടെ റിപ്പോർട്ട്, ഇത് നേരത്തെ വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ വീണ്ടും അത് ചർച്ചയാകുമ്പോൾ അൻവർ പറഞ്ഞത് ശരിയായിരുന്നു എന്നതിലേക്ക് പോകുന്നു. ഇന്നിവിടെ ഉണ്ടായിരിക്കുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്നത് അൻവർ പ്ലസ് UDF പ്ലസ് 10,000 എന്ന് നമ്മൾ കാണാം. കാരണം കൺഫ്യൂഷനുള്ള ഒരു വലിയ വോട്ട് അവിടെ ഉണ്ട്. അൻവർ ജയിക്കുമോ മറ്റൊരു ജയിക്കുമോ? അപ്പോൾ ഇത് വലിയ ഭരണവിരുദ്ധ. അത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ LDFിലേക്ക് പോയി. കാരണം അൻവർ സ്വാഭാവികമായിട്ടും ആര്യാടൻ വിരുദ്ധമായി ഇന്നലെ തലേ ദിവസം തന്നെ അൻവർ പറഞ്ഞ ക്രോസ് വോട്ടിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇനിയിപ്പം ഒന്നുകൂടി ആലോചിച്ച് നോക്കാം, ഈ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അനിൽകുമാറിൻ്റെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഇറക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ആ തരത്തിലുള്ള ചർച്ചയെ സാധ്യമാവുമായിരുന്നില്ല. പക്ഷേ ഈ UDF ക്യാമ്പിൽ ഈ സതീശൻ ഈ UDF നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഇത് റൂമിയുടെയും ഒക്കെ ശ്രദ്ധയിലുണ്ടാകും. അതായത് അൻവർ സ്വതന്ത്രനായി തന്നെ മത്സരിക്കണം. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് മുഴുവൻ അൻവറിലേക്ക് പോയിക്കൊള്ളും, CPMലേക്ക് പോകില്ല. അങ്ങനെ അതിനെ ചിതറിച്ചുകൊണ്ട് UDFന് മേൽക്കൈ നേടാൻ കഴിയും. അതല്ല, അൻവറും കൂടെ ചേർന്നുകൊണ്ടാണ് അങ്ങ് സൂചിപ്പിക്കുന്ന പോലെയാണ് എങ്കിൽ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏകാവകാശിയായി അൻവർ മാറും. അത് രാഷ്ട്രീയമായി ബുദ്ധിയല്ല. ഈ കരുനീക്കമോ? ഇല്ല, ഇത് അങ്ങനെ ഒരു കരുനീക്കല്ല. കാരണം ഇവിടെ നോക്കൂ, ഈ UDFൻ്റെ വോട്ട് പോയിട്ടുണ്ടോ? ആരെ വോട്ട് അൻവർ പിടിച്ചത്? അല്ലല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. അല്ലല്ല, വഴിക്കടവിൽ എന്റെ കണക്ക് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തണം. ഏതാണ്ട് 15% വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട് വഴിക്കടവിൽ. വഴിക്കടവിൽ പിടിച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ട് എന്താ, ഇവർ കണക്കൂട്ടിയത് 3000-ന് മേളിലുള്ള ലീഡായിരുന്നു UDF. അത് കുറഞ്ഞു തുടങ്ങിയത് വഴിക്കടവിലാണ്. എന്ന് മാത്രമല്ല അവർ അടുത്തതായി ഞെട്ടാനിരുന്നത് മൂത്തേടമാണ്. അത് ലീഗിന്റെയും കൂടെ നല്ല പ്രാമാണികതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ലീഗിൽ നിന്നുകൂടി വോട്ട് പിടിക്കപ്പെടും എന്ന ശങ്കയും ഉണ്ടായിരുന്നു. കുറച്ച് വോട്ടുകൾ പോയിട്ടുമുണ്ട് അൻവറിലേക്ക്. അല്ല, ഞങ്ങൾ പറയുന്നത് വഴിക്കടവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CPMൻ്റെ സുഗുവേട്ടൻ
അപ്പം ഞാൻ പറഞ്ഞു വന്നത് CPM-ൻ്റെ വോട്ടാണ് അവിടെയും പിടിച്ചിട്ടുള്ളത്. ഞാനും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് വരെ ഞാനും വിചാരിച്ചത് UDF വോട്ട്, സ്വാഭാവികമായും ലീഗ് വോട്ട്, കുറച്ച് AP വോട്ട് ഇതായിരിക്കും അൻവർ പിടിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അമരമ്പലത്തൊക്കെ ചാർജ് വാങ്ങി ഞാൻ ചെന്നപ്പോഴാണ് സഖാക്കൾക്കിടയിലാണ് അൻവർ ചലനം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള റിയാലിറ്റി എനിക്ക് മനസ്സിലായത്. ഞാനത് പറയുകയും ചെയ്തു, ഒരു ചർച്ചയിൽ ഞാനത് പറഞ്ഞു. പക്ഷേ റൂമി ഈ 60,000 വോട്ടെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ CPM-നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ അനുഭാവ വോട്ട് മുഴുവൻ പോയി എന്ന് പറയുന്നത്? പോയി എന്ന് പറയാൻ അവർ ഒരു കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, ആരാണ് അവിടെ സ്ഥാനാർത്ഥി? CPM-ൻ്റെ ആരെ നിർത്തിയാലും കിട്ടുന്ന വോട്ടാണ് ഈ 60,000. ആരെ കിട്ടിയാലും ആരാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ. ഈ ലോകത്ത് ഇപ്പോൾ CPM-മാർ ഞങ്ങളെ ഭാഷ പറയും ലൗൽ മഹ്ഫൂദിൽ നിന്ന് ഇറക്കിയ ഒരാൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ യാതൊരു ഡാമേജും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു അല്ല ശ്രീ അനിൽകുമാർ അതെവിടെയാണ് പറഞ്ഞത്, ഈ സ്വരാജിനെ ഇറക്കുക വഴി എന്താണോ അൻവർ വരുന്നത് വഴി സംഭവിക്കാൻ ഇടയുണ്ടാകുന്ന ഒരാപത്ത് അത് തടഞ്ഞു. അവരുടെ പാർട്ടി വോട്ടുകൾ കൃത്യമായി അവർ പിടിച്ചു നിർത്തി. അവരുടെ പാർട്ടി വോട്ടുകൾ പിടിച്ചു നിർത്തി എന്നുള്ളത് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? അല്ല, ഇപ്പൊ ഈ നിലമ്പൂരും പോത്തുകലും അമരമ്പലവും ഒക്കെ കാണുമ്പോണ്ടല്ലോ ഒരു കാര്യം വ്യക്തമാകുന്നത് എന്താണ് റൂമി, ഈ പറയുന്ന സ്വരാജ് അല്ലാതെ ഒരു സ്വതന്ത്രനെ നിർത്തുകയോ കുറച്ചുകൂടെ ഇപ്പോൾ അവിടുത്തെ DYFയുടെ ജില്ലാ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയോ ഒക്കെ നിർത്താൻ ഞാൻ അവരെ എഴുത്തുകയല്ല കേട്ടോ. അൻവർ കുറെ കൂടെ LDFന്റെ വോട്ട് പിടിച്ചേനെ, CPM-ന്റെ വോട്ട് പിടിച്ചേനെ. അത് കൃത്യമായി തടയിടാൻ CPM-ന് കഴിഞ്ഞിട്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പം. സ്വരാജിനെ നിർത്തി ഈ വോട്ട് തടഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? CPM-നെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിങ്ങളുടെ ചർച്ച എന്താ? ഭരണ തുടർച്ച തടഞ്ഞോന്നാ. ഈ CPM-നെ സംബന്ധിച്ച് ഇതൊരു സെമി ഫൈനലാണ്, ഭരണത്തിന്റെ വിലയിരുത്തലാണ്. വോട്ട് നിലനിർത്തിയാൽ മാത്രം പോരല്ലോ, ഈ നില തുടരുമെന്ന് അവർ ഉറപ്പ് വരുത്തേണ്ട സാഹചര്യമുണ്ട്. അതിന് എന്തറ്റം വരെ പോലും CPM പോകും നമുക്കറിയാലോ. ആ സാഹചര്യത്തിലാണ് നമ്മളിത് വിലയിരുത്തേണ്ടത്. അൻവറിനെ പുകച്ച് പുറത്തിയടിച്ച്, അല്ലെങ്കിൽ അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളാണ് ഇപ്പൊ UDF. പക്ഷേ റൂമി ശ്രദ്ധിക്കേണ്ടത്, അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത് 2006 അവരുടെ അടിസ്ഥാന വോട്ടിന്റെ കണക്ക് മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു ചരിത്ര സന്ദർഭമുണ്ട്. അത് 87 എന്നുവെച്ചാൽ ഇപ്പോൾ നിലമ്പൂരിലെടുത്ത അതേ നിലപാട് അന്ന് EMS നേതൃത്വത്തിൽ ഇടതുമുന്നണി എടുക്കുകയുണ്ടായി. ഈ പറയുന്ന എല്ലാ വർഗീയ ശക്തികളെയും അകറ്റി നിർത്തിക്കൊണ്ട് ആണ് അവർ ജനവിധി തേടിയത്. അങ്ങനെയാണ് 87 നായനാരുടെ ഗവൺമെന്റ് വരുന്നത്. അന്ന് CPM അതിനെ വിലയിരുത്തിയത് തിളക്കമാർന്ന വിജയം എന്ന് ആണ് താനും. അതുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത് ഈ 100 കൊല്ലം ഇനി CPM വരില്ല എന്ന് പറഞ്ഞ ആന്റണിക്കുള്ള മറുപടി 87 കേരള ജനത കൊടുത്തിട്ടുണ്ടെന്ന്. അനിൽകുമാർ, ഈ SDPIക്ക് 10,000 വോട്ട് എന്നൊരു കള്ളക്കണക്ക് അങ്ങ് ഉന്നയിച്ചു എന്ന് പറഞ്ഞു, അതിന് അങ്ങ് മറുപടി പറയുക. പിന്നെ നവാസ് പറഞ്ഞ കാര്യം ശരിയല്ലേ? ഈ ശശികലയുടെ കാര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത എന്തിനാണ് UDFന്? എന്ന് മാത്രമല്ല, ശശികല സ്വരാജിൻ്റെ പരാജയം ആഘോഷിക്കുന്നതിനപ്പുറത്ത് കെട്ടിവെച്ച കാശ് പോയ BJPയുടെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി പറയുകയാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെ അവർ പ്രതികരിക്കുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിവിടേക്ക് വലിച്ചടിച്ച സാഹചര്യം എന്താണ്? പിന്നെ ഭരണവിരുദ്ധത ഉണ്ട് എന്നതിന് UDFന്റെ പ്രധാനപ്പെട്ട അവകാശവാദം, പ്രത്യേകിച്ച് നവാസൊക്കെ പറയുകയായിരുന്നു, ഈ അമരമ്പലത്തും പോത്തുകല്ലും ഒക്കെ എന്താണ് സംഭവിച്ചതെന്ന്. അമരമ്പലത്തിൻ്റെ ചുമതല നവാസിനുണ്ടായിരുന്നു. നവാസിനെ അടക്കം ഞെട്ടിച്ച മാറ്റമാണ് അവിടെ സംഭവിച്ചത്. നിങ്ങൾ ഭരിച്ച 3 സ്ഥലത്തും സംഭവിച്ച വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിലമ്പൂരിൽ ഇനി നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയാത്തത്ര ശക്തമാണ് എന്ന വിലയിരുത്തൽ പോലുമുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി ശ്രീ അനിൽകുമാർ. അല്ല, ഞങ്ങൾ 90-ലേറെ സീറ്റുകൾ കിട്ടുന്ന ഘട്ടത്തിലായിരുന്നു നിലമ്പൂർ ഞങ്ങളുടെയിൽ വന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അവിടെ കിട്ടിയത് 99,000 വോട്ടാണ് ഈ നിലമ്പൂരിൽ. ലോക്സഭാ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ 99,000 വോട്ട് കിട്ടിയൊരു സ്ഥലം. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിൽ ആളുകൾക്കൊരു മടുപ്പുണ്ട്. ആദ്യം അവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചു, പിന്നെ ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കി, പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നു. ഇപ്പോൾ തുടരെ 3-ാം തെരഞ്ഞെടുപ്പ്, 4-ാമത് ഉടനെ വീണ്ടും പഞ്ചായത്ത് വരുന്നു, ഉടനെ നിയമസഭ വേണം. ആളുകൾക്ക് ഭയങ്കര ബോറടിയായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ വോട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിശ്രമം നടത്തിയത്. ആ പരിശ്രമത്തിന് ഇന്ന് ഞങ്ങൾക്ക് കേരളത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊടുത്തു. ആ കൊടുത്ത സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിൽ RSS സന്തോഷിക്കുന്നുവെങ്കിൽ, ശ്രീകല സന്തോഷിക്കുന്നെങ്കിൽ, ശശികല സന്തോഷിക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? അൻവർ പറയുന്നത് തെറ്റാണെന്നാണ്. 2 ശരിയുണ്ടാവില്ല. നിങ്ങൾ RSSുമായി ഒരു അടിയിലൂടെ ഒരു ധാരണ കേരളത്തിൽ പിണറായി ഉണ്ടാക്കിയെന്ന് അൻവർ പറയുന്നു. ശരി, അങ്ങനെയാണ് പിന്നെ ശശികല എന്തിനാണ് സന്തോഷിക്കുന്നത്? എന്തിനാണ് ഇന്നലെ മോഹൻ ജോർജ് പറഞ്ഞത് അയാളുടെ BJPയുടെ വോട്ട് നേരെ UDFന് ഞങ്ങൾ കൊടുത്തെന്ന്, അല്ലെ അങ്ങോട്ട് പോയെന്ന്? അപ്പോൾ അതിനർത്ഥം എന്താണ്? 2 ശരിയില്ല. അൻവർ പറയുന്നു ശരി, ശശികല പറയുന്നു ശരി, 2 ശരിയാവില്ല. ഒരു ശരി ഉണ്ടാവും.
ആ ഒറ്റ ശരി എന്ന് പറയുന്നത് RSSനെതിരായി ഇന്ത്യ രാജ്യത്ത് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന കൂട്ടർ ഞങ്ങളാണ്. ഞങ്ങൾക്കതിൻ്റെ അഭിമാനമുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട്. അതിൽ ആ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് എം സ്വരാജ്. എം സ്വരാജിൻ്റെ 3 പ്രസ്താവനകൾ മാത്രം മതി എന്തുകൊണ്ട് RSS അദ്ദേഹത്തെ വെറുക്കുന്നു എന്ന് പറയാൻ. ഞാൻ പ്രസ്താവനയിലേക്ക് കടക്കുന്നില്ല. നിലപാടുള്ള മനുഷ്യൻ. പക്ഷേ ഈ ശശികലയുടെ കാര്യം അങ്ങ് ചൂണ്ടിക്കാട്ടുമ്പോൾ ശ്രീ അനിൽകുമാർ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യത്തിലൂടെ മറുപടി. വെള്ളാപ്പള്ളി പറഞ്ഞ എന്താ, ഹിന്ദു വോട്ടുകൾ മുഴുവൻ സ്വരാജിലേക്ക് അങ്ങ് ഒഴുകിയെന്നാണ്. പറയാം. അതെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയുന്നതിനുള്ള മറുപടി അല്ല ഇവിടെ അൻവർ പറയുന്നു ഞങ്ങൾ RSSുമായി ധാരണയുണ്ടാക്കുന്നു. ഇതല്ലേ ആഖ്യാനത്തിന് മറുപടി RSS നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എനിക്കുള്ള മറുപടി. ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇനി ഇവിടെ ബഹുമാനപ്പെട്ട PK നവാസ് ഒരു കാര്യം പറഞ്ഞു. SDP-യെക്കുറിച്ച് പറയാൻ വർഗീയവാദികളാണവർ. അങ്ങനെ വർഗീയവാദികളായ SDP-ക്കാരുടെ വോട്ട് വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് തുള്ളിക്കളിക്കുന്ന പാലക്കാട്ടെ MLA അവരുടെ വോട്ട് വേണോ വേണ്ടോ ചോദിച്ചപ്പോൾ ഒരു ബിസ്ക്കറ്റ് വായിലേക്ക് ഇട്ടത്. അങ്ങനെ ബിസ്ക്കറ്റ് വായിൽ തിരുകുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എം സ്വരാജ്. അപ്പോൾ എന്തുകൊണ്ട് ബിസ്ക്കറ്റ് വായിൽ തിരുകി? അതാണ് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDP-യുടെ ഈ സ്ഥാനാർത്ഥി SDP-യുടെ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം പോയ പടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തു വന്നു. SDP-യുടെ ജാഥ പിന്നീടുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആഫീസിൽ പോയിട്ട് ചർച്ച നടത്തുന്ന ഈ പാലക്കാട്ടെ UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ചിത്രം തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടി പുറത്തു വിട്ടു. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ വർഗീയവാദികളാണെന്ന് PK നവാസ് പറയുന്ന കൂട്ടരുമായുള്ള പരസ്യബന്ധം. അല്ല പിന്നെ കോൺഗ്രസ് പറയട്ടെ അവർ വർഗീയവാദി അല്ലെന്ന്. വർഗീയവാദിയാന്ന് പറഞ്ഞ നവാസ് ലീഗ് വർഗീയവാദി അല്ലെന്ന് കോൺഗ്രസ്. അങ്ങേക്ക് നീരസം തോന്നരുത്, സമയം കുറവായോണ്ട് ഞാൻ നടപടിക്കുകയാണ്. ശരി, വരാം നവാസെ. അബിൻ ഇതിന് മറുപടി. നവാസെ വരാം. അബിൻ ഇതിന് മറുപടി. അല്ല, തീർച്ചയായും ഞാൻ ശ്രീ K അനിൽകുമാർ അടക്കമുള്ള ആളുകളോട് നമ്മൾ ഇതിന് മുന്നേയും പറഞ്ഞതാണ്. ഒന്ന്, വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ സഹകരിച്ചിട്ടില്ലേ? നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിണറായി വിജയൻ തന്നെ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണനുമായി വെൽഫെയർ പാർട്ടി ചർച്ച നടത്തിയതിന്റെ ചിത്രം അതൊക്കെ നാം ചർച്ച ചെയ്തതാണ്. ഇവിടെ സ്പെസിഫിക് ആയി അനിൽകുമാർ പറഞ്ഞതിനുള്ള കാര്യം SDP-ഐ ഒരു സെക്കൻഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബിസ്ക്കറ്റ് വായിലിട്ട് നിലപാട് പറയാതിരിക്കുന്ന ഘട്ടം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒളിച്ചു പോയി കണ്ട കാര്യം, അതിനുശേഷം പിന്നെ ചിത്രം പുറത്തു വന്ന കാര്യം, പിന്നെ SDP-യുടെ അവിടുത്തെ പ്രകടനവും കണ്ടാണ്. നിങ്ങളെക്കാൾ മുന്നേ വിജയാഹ്ലാദവുമായി SDP-യാണ് പാലക്കാട് ഇറങ്ങിയത്. അല്ല, ഞാൻ ശ്രീ വേണു, ഒന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടേറെ ചർച്ച നടത്തി. എന്നാലും ഒന്നുകൂടെ പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് 18,500 വോട്ടിനാണ്. അതിൽ മുനിസിപ്പാലിറ്റിയിൽ 4,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം മേൽക്കൈ നേടിയത്. ആരുടെയായിരുന്നു മുനിസിപ്പാലിറ്റി? BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി. നിങ്ങൾക്ക് വേണുവിനടക്കം അറിയാലോ, മുനിസിപ്പാലിറ്റിയുടെ ഒരു സോഷ്യൽ ഡെമോഗ്രഫി തന്നെ എന്താണ്? ഒരു ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയാണ്. ആ മേഖലയിൽ BJP സ്ഥിരമായി ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് 4,000-ലധികം വോട്ടിൻ്റെ മേൽക്കൈയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചു പിടിക്കുമ്പോൾ അതിനകത്ത് SDP-യുടെ വോട്ട് കൊണ്ടാണ് അവിടെ ജയിച്ചത് എന്നൊക്കെ പറയാൻ ഒരു മിനിമം. ഒരുപാട് സമയം എടുക്കരുത്, വേഗം. ആരെങ്കിലും പ്രകടനം നടത്തി അങ്ങനാണെങ്കിൽ രാഹുലിനെ കെട്ടിപ്പിടിക്കുന്ന ശിവരാജൻ, രാഹുലിനെ കെട്ടിപ്പിടിക്കുന്ന പാലക്കാട്ടെ ശിവരാജൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ത്രിവർണ്ണ പതാക മാറ്റി കാവുക്കൊടിയാക്കണം. രാഹുലിനെ കെട്ടിപ്പിടിക്കുന്ന ശിവരാജനെ കണ്ടില്ലേ ഇന്നലെ ഭാരതാംബയുടെ വിവാഹത്തിൽ? നിങ്ങൾ എല്ലാവരും കൂട്ടിയാണ് പാലക്കാട് ജയിച്ചത് 18,000-ൽ. അതെ, ഞാൻ മറുപടി പറയാലോ. RSSന്റെ നേതാക്കന്മാരെ സ്വകാര്യമായ മുറിയിൽ കെട്ടിപ്പിടിക്കാൻ പോയ ദിവസം ചാനലുകാർ ക്യാമറയുമായി ചെന്നപ്പോൾ ഇറങ്ങി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ CPM-ഉം RSSും തമ്മിൽ നടത്തിയ ഒരു വട്ടമേശ സമ്മേളനവും ചർച്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കെട്ടിപ്പിടുത്തമൊക്കെ ആർക്കാണ് ഉണ്ടായത്? അതിന്റെ ഭാഗമായി എമ്മിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്നടക്കമുള്ള വിവാദങ്ങൾ വന്നതുമാണ്. ശരി അബിൻ, ഒറ്റ സെക്കൻഡ്. നവാസിന് മറുപടി പറയാൻ കൂടാതെ ഒരു കാര്യം, ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്, ഭൂമി കിട്ടിയിട്ടുണ്ട്. അതെ, ഞാനത് ഉത്തരവാദിത്തവോടുകൂടി അത് അങ്ങ് പറയണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിച്ചത്. നവാസ് ഒറ്റ കാര്യം ഭൂമി കൊടുത്തിട്ടുണ്ട്. ശരി നവാസെ, ഈ പറയുന്ന
SDPIയുടെ കാര്യത്തിൽ, പാലക്കാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനിൽകുമാർ പറഞ്ഞതിന് മറുപടി അങ്ങ് പറയണം. കൂടാതെ ഒരു കാര്യം കൂടി, ഈ നിലമ്പൂരിൽ നാം കണ്ടൊരു കാര്യമുണ്ടല്ലോ, കാര്യം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. അവിടെ കൊട്ടിക്കലാശത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം, LDFന്റെ അണികൾക്കൊപ്പം PDP ഉണ്ടായിരുന്നു പരസ്യമായി. വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണല്ലോ. എവിടെ വെൽഫെയർ പാർട്ടി ഈ പറയുന്ന അവരുടെ ഈ പേരടക്കമുള്ള തൊപ്പി വെച്ചുകൊണ്ട് എവിടെയെങ്കിലും പങ്കെടുത്തോ നിങ്ങൾക്കൊപ്പം? എവിടെയും കാണാൻ കഴിഞ്ഞില്ല. പിഴവുണ്ടെങ്കിൽ അങ്ങ് തിരുത്തുകയും വേണം. PDP അങ്ങനെ തന്നെ തൊപ്പി വെച്ച് പരസ്യമായി തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് വെൽഫെയർ പാർട്ടി ഏതെങ്കിലും ഒളിഞ്ഞിട്ടല്ലോ പിന്തുണ പ്രഖ്യാപിച്ചു, പരസ്യമായല്ലോ പിന്തുണ പ്രഖ്യാപിച്ചു. അല്ല, റോഡിലിറങ്ങിയോ നിങ്ങൾ? ആളുകൾ എപ്പോൾ റോഡിലിറങ്ങും? നിങ്ങളുടെ കൊടി നിങ്ങൾ എപ്പോൾ പൊക്കും? ഈ കാര്യത്തിലൊക്കെ വിചിത്രമാണല്ലോ. ഇതല്ല, ഈ കാര്യങ്ങളിലൊക്കെ വിചിത്രമാണല്ലോ. നിലമ്പൂരും അടങ്ങുന്ന ഈ പറയുന്ന മലപ്പുറവും പിന്നെ വയനാടുമൊക്കെ നിങ്ങളെപ്പോ കൊടി പൊക്കും? നിങ്ങൾക്ക് എപ്പോ കൊടി പൊക്കാനുള്ള അനുമതി കിട്ടും? ഇതറിയില്ലല്ലോ. വേണു ലീഗിന്റെ കൊടി പൊക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയാം. വെൽഫെയർ പാർട്ടിയുടെ കൊടി പൊക്കാത്ത അവരുടെ സംസ്ഥാന ഘടകകക്ഷിക്ക് കൊടി പൊക്കുന്നതിന്റെ കാര്യത്തിൽ തന്നെ ആശയക്കുഴപ്പമില്ല. കൂട്ടർ നിങ്ങൾക്കൊപ്പം തുള്ളിക്കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും അവ്യക്തത ഉണ്ടാകും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ ചെന്ന് കാല് പിടിച്ച് വോട്ട് വാങ്ങിച്ചതല്ലോ. അവർ പരസ്യമായി പിന്തുണ, നിരുപാധികമായ പിന്തുണ തന്നു, ഞങ്ങളത് സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലുള്ള CPMന് 3 MP-മാർ ഇതുപോലെ നിരുപാധിക പിന്തുണ സ്വീകരിച്ചിട്ടാണ് കേരളത്തിന് പുറത്ത് CPMന് 3 MP-മാരുള്ളത്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. കാര്യമായി ഞങ്ങൾ കാണുന്നില്ല. ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ പറഞ്ഞ പരിച PDP അപ്പുറത്തുണ്ടല്ലോ എന്നാണ്. PDP പരസ്യമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് ആ ചോദ്യം വരുന്നത്. വെൽഫെയർ പാർട്ടി എന്തേ പരസ്യമായി വരാഞ്ഞത്? നിങ്ങൾ അല്ല, PDP ഉണ്ടായതോ അല്ല, ഞാൻ ചോദിക്കാം, പൊട്ടികൾ ഞങ്ങൾ UDF മുന്നണി അല്ലല്ലോ, മുന്നണിയിലുള്ള ആളുകളാണോ അവര്? അപ്പുറത്ത് PDP പരസ്യമായി ഇറങ്ങിയെന്നേ. വെൽഫെയർ പാർട്ടി എവിടെ പോയി? ഇതാ ചോദ്യം. അല്ല വേണു, വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രതിരോധം അപ്പുറത്ത് PDP എന്നുള്ളതല്ല. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രതിരോധം നാളിതുവരെ 2019 വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. ഓരോ വെൽഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ PDP എന്നാ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞ് മുഴുവനാക്കട്ടെ. ശരി നവാസ്, വേഗം ഞാനൊന്ന് പറഞ്ഞ് മുഴുവനാക്കട്ടെ. 2019 വരെ അവരെ കൂടെ ഉണ്ടായിരുന്ന വെൽഫെയർ 2019 ശേഷം ഞങ്ങൾക്ക് പിന്തുണ നൽകി. ഞങ്ങൾ അത്രേ കാണുന്നുള്ളൂ. ഇനി PDP ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ആശയ മാറ്റങ്ങളെക്കുറിച്ച് വെൽഫെയറിനുണ്ടായ പോലെ ആശയമാറ്റം PDPക്ക് ഉണ്ടായോ അതുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞല്ലാതെ മറ്റൊന്നും പറഞ്ഞതല്ല. മറ്റൊന്ന്, SDPയുടെ വോട്ടിനെ കുറിച്ച് ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഒരു പച്ചക്കള്ളം ചാനൽ ചർച്ച ചെയ്യുന്ന അനിൽകുമാറിനെ പോലെ ഒരാൾ നിരന്തരം വിളിച്ചു പറയാ. ഇത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞ സമയത്ത് തന്നെ ശ്രീ രാഹുൽ പാലക്കാട് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് SDPയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങളുടെ ഒരു മാധ്യമത്തോട് പറയുന്നതിന്റെ വിഷ്വൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വീണ്ടും ഇട്ടു. ഞാനത് വേണുവിന് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് CPM പ്രതിനിധിക്ക് അത് അയച്ചു കൊടുക്കുക. സമയം കഴിയാണ്. റൂമി വേഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചർച്ചയെ നമ്മൾ ആദ്യം ഇതിൻ്റെ സബ്ജക്റ്റ് എന്താ? തുടർഭരണം തടഞ്ഞോ? വർഗീയത. LDF ആ തെരഞ്ഞെടുപ്പിലാകെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കറകളഞ്ഞ 68,000 വോട്ട് അല്ലെങ്കിൽ 65,000 വോട്ട് എന്നൊക്കെ പറയുമ്പോഴും അത്ര വോട്ട് എന്ന് പറയുമ്പോഴും അവർ അവിടെ മുഖ്യമന്ത്രി ഭരണനേട്ടങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. തലേ ദിവസം നോക്കൂ, അവിടെ നടന്ന ഓരോന്നിൻ്റെ ക്രൊണോളജി പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞത് ഒറ്റ പോയിന്റാണുള്ളത്. അവിടെ നിങ്ങൾ ഈ ചാപ്പ കുത്തൽ അവസാനിപ്പിച്ച് ജനങ്ങളോട് രാഷ്ട്രീയം പറയണം. ഇടതുപക്ഷത്തോട് അനിൽകുമാറിനോടൊക്കെ ഞങ്ങൾക്ക് പറയാം. ബാക്കി നിങ്ങൾ എന്ത് പറഞ്ഞാലും വേഗം ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അങ്ങേക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രേം ചേച്ചൻ അങ്ങേലേക്ക് വരാൻ കഴിയാത്ത ക്ഷമിക്കണം. ഒറ്റക്കാര്യം കൂടി ശ്രേൽകുമാർ, ഒറ്റക്കാര്യം കൂടി പാലക്കാട് അങ്ങ് എടുത്തിട്ടുകൊണ്ട് പറയുകയാണ്. പാലക്കാടിനും നിലമ്പൂരിനും ഒരു സാമ്യം കൂടിയുണ്ട്. പാലക്കാട് അതിശക്തമായി പിണറായിക്കെതിരെ സംസാരിച്ചയാളാണ്. അതിൻ്റെ ഭാഗമായി പലവട്ടം തടവ് ശിക്ഷ അനുഭവിക്കപ്പെട്ട ഒരാളും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പറയുന്ന പിണറായിസം എന്നൊരു കോയിനേജ് തന്നെ കൊണ്ടുവന്ന് അതിന് വലിയ സ്വീകാര്യത ഇപ്പോൾ നേടിയെടുത്ത ആളാണ് അൻവർ. അപ്പോൾ ഒരു പിണറായി വിരുദ്ധത എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, എനിക്ക് തീരെ മനസ്സിലായില്ല. SDPക്കെതിരായിട്ട് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അതേ SDPക്കാരുമായിട്ട് ഇദ്ദേഹം ഇലക്ഷൻ പ്രചരണം നടത്തുന്ന പടവും പിന്നെ പുറത്തു വന്നു. SDP പിന്നെ ജാഥ നടത്തി. ഇത് രണ്ട് ശരി എങ്ങനെ ഉണ്ടാവും?
ആരാ കളവ് പറയുന്നത്? ആ പടം ഒന്ന് അയച്ചേ. എസ് ഡി പിക്കാർ അത്ര മിളച്ചന്മാരായതുകൊണ്ടല്ലേ അവരുടെ കൂടെ ഞാൻ വരില്ല, അവരുടെ വോട്ട് വേണ്ട. അത് പറയട്ടെ അവരുടെ വോട്ട് വേണ്ട, കാണിക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ പടം കാണിക്ക്, കളവ് പറഞ്ഞല്ലേ? ആ പടം കാണിക്ക്, പറയല്ല, കട കാണിക്ക്, പടം കാണിക്കുന്നേ. നിങ്ങൾ പറയരുത്. പടം ഉണ്ടെന്ന് പറഞ്ഞൊന്ന് കാണിക്ക്, കാണട്ടെ, മലയാളി കാണട്ടെ. നിങ്ങൾ പറഞ്ഞത് അല്ല, ഞാൻ കാണിക്ക്. മലയാളി കാണാം. നിങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു കളവ് പറഞ്ഞു. എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. 2 ചിത്രം ഞാൻ നാളെ ഹാജരാക്കാം. കാരണം ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലില്ല. പക്ഷേ നവാസ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് ശ്രേൽകുമാർ. അല്ലല്ല, മാത്രമല്ല അബിൻ, ശരി നമ്മൾ ഈ ചർച്ച നടത്തിയല്ലോ. എന്തായാലും ഈ ഫിറോസ് അയച്ച വീഡിയോ ജാഥയായിട്ട് എന്തുകൊണ്ട് പാലക്കാട്ട് ഇറങ്ങി? ശരി ക്ഷമിക്കണം, നവാസ് അയച്ച വീഡിയോ ഞാനിപ്പോ അങ്ങേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങ് തെരഞ്ഞു നടന്നോ? ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ശരി നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ കുറിച്ച് പഠിക്കാൻ അനിൽകുമാറെ. എസ് ടി പി ഇറങ്ങിയതും ശശികല ഇറങ്ങിയതൊക്കെ പഠിക്കാൻ നടന്നിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ നോക്ക്. മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, അവര് മറുപടി പറയണം, ഞങ്ങളല്ല മറുപടി പറയേണ്ടത്. ശരി സമയം കഴിഞ്ഞു അബിൻ, നവാസ്. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ